നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.ടി. രാജനാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് എന്റെ പഞ്ചായത്തിലൂടെ ഇന്ന് പങ്കുവയ്ക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ടി. രാജനുണ്ട്. നമസ്കാരം ശ്രീ രാജൻ. നമസ്കാരം. മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, മാലിന്യ സംസ്കരണം തുടങ്ങിയ വിവിധ മേഖലകളിൽ മികച്ച വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. 17 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. കാർഷിക മേഖല ആയതുകൊണ്ട് എന്തൊക്കെയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്? കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? കാർഷിക മേഖലയിൽ പ്രധാനപ്പെട്ട കൃഷി തെങ്ങ് തന്നെയാണ്. കൃഷിയും വലിയ പ്രാധാന്യത്തോടു കൂടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ചെയ്തു വരുന്നത്. കവുങ്ങ് കൃഷിയുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ കൃഷികൾക്കും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് പദ്ധതി ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ 28 ലക്ഷം രൂപ കാർഷിക മേഖലയ്ക്ക് മാത്രമായി ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. കൃഷിഭവന്റെ നേതൃത്വത്തിൽ അനുകരണീയമായ ഒട്ടേറെ പ്രവർത്തനങ്ങളും എന്റെ ഗ്രാമപഞ്ചായത്തിൽ നടന്നു വരുന്നുണ്ട്. കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ ഞങ്ങൾ എപ്പോഴും സന്നദ്ധമായിട്ടുണ്ട്. പഞ്ചായത്തിൽ നെൽകൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. നാളികേര കൃഷിക്കാർക്ക് ആവശ്യമായ വളങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം നടത്തി വരുന്നു. കവുങ്ങിൻ തൈ വിതരണം നടത്തുന്നുണ്ട്. ഈ കാലത്ത് കുരുമുളക് തൈ ഏറ്റവും മേന്മയേറിയിട്ടുള്ള കുരുമുളക് തൈ കുരുമുളക് തൈ 17,000 തൈകൾ ഈ തവണ വിതരണം ചെയ്ത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തെങ്ങിന് വളം വിതരണം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാർഷിക കർമ്മസേന മേപ്പയൂര് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. കാർഷിക കർമ്മസേന തന്നെയാണ് പഞ്ചായത്തിനാവശ്യമായ വളം ഉൽപ്പാദിപ്പിക്കുന്നത്. ആ നിലക്ക് ഏറ്റവും നല്ല രീതിയിൽ കാർഷിക കർമ്മസേനയുടെ പ്രവർത്തനം പഞ്ചായത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ കൃഷി ആഫീസിൽ ഒരു കാർഷിക വിള കേന്ദ്രവും ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിള നശീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനാവശ്യമായ മരുന്നും സൗജന്യമായി ആഴ്ചയിൽ 2 ദിവസം കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വിവിധ മേഖലയിൽ അതേപോലെ തന്നെ പച്ചക്കറി തൈകൾ, വിത്ത് എല്ലാം തന്നെ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റം ഈ കാലയളവിൽ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. തെങ്ങാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ കുരുമുളക് കൃഷി വ്യാപനം പദ്ധതിക്ക് അടക്കം തുടക്കം കുറിച്ചിട്ടുണ്ട്. കാർഷിക മേഖല പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയും മികച്ച രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. കേരളത്തിൽ മികച്ച രീതിയിൽ കോവിഡ് കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ സജ്ജം പദ്ധതിയിലൂടെ നടപ്പിലാക്കിയ ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്? വളരെയേറെ പ്രാധാന്യമാണ് വിദ്യാഭ്യാസ മേഖലക്ക് എന്റെ പഞ്ചായത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. മേപ്പയൂരിൽ എല്ലായ്പ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് മേന്മയേറിയ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചതിന് ശേഷം നല്ല ഇടപെടൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കോവിഡ് കാലം പരമപ്രധാനമാണല്ലോ. അന്ന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം അന്യമായപ്പോൾ സ്കൂളിൽ പോകാൻ സൗകര്യമില്ലാത്ത ഘട്ടത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാഭ്യാസം നൽകണമെന്നാണ് നമ്മുടെ സർക്കാർ തീരുമാനിച്ചത്. ആ ഘട്ടത്തിൽ മേപ്പയൂർ പഞ്ചായത്ത് തനതായിട്ട് സജ്ജം എന്ന പേരായ ഒരു പ്രൊജക്ടിന് രൂപം കൊടുത്തു, എല്ലാവരുടെയും സഹകരണത്തോടുകൂടി. ആ സജ്ജം പ്രൊജക്ട് നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിലെ 67 കേന്ദ്രങ്ങളിൽ, അംഗനവാടികൾ, ക്ലബ്ബുകൾ, വായനശാലകൾ, 67 കേന്ദ്രങ്ങളിൽ ഞങ്ങൾ വൈഫൈ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ആ വൈഫൈ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് ജനകീയ കൂട്ടായ്മയിലൂടെയാണ് വൈഫൈ കേന്ദ്രങ്ങൾ ഞങ്ങൾ ആരംഭിച്ചത്. 280ഓളം കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ സൗജന്യമായി വിതരണം നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വൈഫൈ കേന്ദ്രങ്ങൾ ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടുണ്ട്.
അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിയായിരുന്നു. അപ്പൊ കോവിഡ് കാലത്ത് അനുകരണീയ പ്രവർത്തനമാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടത്താൻ കഴിഞ്ഞത്. ആ കാലയളവിൽ കേരളത്തിൽ സമ്പൂർണമായിട്ട് വൈഫൈ എല്ലാ കുട്ടികൾക്കും വൈഫൈയിലൂടെ ഓൺലൈൻ വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞ ഏക പഞ്ചായത്താണ് മേപ്പയ്യൂർ എന്നുള്ളതിലും ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. പിന്നീട് നമ്മുടെ മേപ്പയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മേപ്പയ്യൂരിലെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് മേപ്പയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 4000-ലേറെ കുട്ടികൾ പഠിക്കുന്ന എല്ലാ മേഖല വലിയ വിദ്യാഭ്യാസ സ്ഥാപനം. ആ വിദ്യാഭ്യാസ മേഖലയിൽ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിലും അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും ടി.പി. രാമകൃഷ്ണൻ എം.എൽ.എയുടെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനമാണ് നടത്തി വന്നിട്ടുള്ളത്. ഏതാണ്ട് 33 കോടിയോളം രൂപ മേപ്പയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി മാത്രമായി ചെലവഴിച്ചിട്ടുണ്ട്. 6 വരി പാതയുള്ള സിന്തറ്റിക് ട്രാക്കുള്ള കേരളത്തിലെ ചുരുക്കം ചില ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് മേപ്പയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതേപോലെ തന്നെ എല്ലാ സൗകര്യവും അവിടെയുണ്ട്. അതേപോലെ തന്നെയാണ് മേപ്പയ്യൂരിലെ ഏക ഗവൺമെന്റ് എൽ.പി. സ്കൂൾ വിളയാട്ടൂർ ഗവൺമെന്റ് എൽ.പി. സ്കൂൾ. ആ എൽ.പി. സ്കൂളിന് ടി.പി. രാമകൃഷ്ണൻ എം.എൽ.എയുടെ 1 കോടി രൂപ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ആധുനിക സജ്ജീകരണത്തോടുകൂടിയുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിലെ ആദ്യത്തെ വൈഫൈ പഞ്ചായത്താണ് മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ്. മാലിന്യ സംസ്കരണ രംഗത്തും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങൾ, MCS സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് വിപുലീകരിച്ച് നടപ്പിലാക്കുന്നത്? മാലിന്യ സംസ്കരണ രംഗത്ത് വളരെ നേരത്തെ തന്നെ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിരുന്നു. എന്റെ മേപ്പയ്യൂർ, ക്ലീൻ മേപ്പയ്യൂർ എന്നുള്ള മുദ്രാവാക്യം, എന്റെ മേപ്പയ്യൂർ, മേപ്പയ്യൂർ സുന്ദരം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ മാലിന്യ മുക്ത പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതാണ്. ഇന്ന് നവകേരള പദ്ധതിയുടെ ഭാഗമായിട്ട് മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് മേപ്പയ്യൂരിലും അനുകരണീയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദ്യഘട്ടത്തിൽ MCF സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്താണ് മേപ്പയ്യൂർ. മേപ്പയ്യൂരിലെ 17 വാർഡുകളിലും മിനി MCFകളുണ്ട്. കൂടുതൽ MCFകൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുമ്പൂർമുടി ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. 33 പേരടങ്ങിയിട്ടുള്ള ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം ഏറെ ശ്ലാഘനീയമാണ്. വളരെ കൃത്യമായ രൂപത്തിൽ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിച്ചുകൊണ്ട് കയറ്റി അയക്കുന്ന സംവിധാനവും സംസ്കരിക്കുന്ന ഏർപ്പാടും ഈ മേപ്പയ്യൂർ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം വളരെയേറെ ശ്ലാഘനീയമായ രൂപത്തിലാണ് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പകർച്ചവ്യാധി നിയന്ത്രണം, മറ്റെല്ലാ കാര്യങ്ങളിലും വലിയ മുന്നേറ്റം ഇതിന്റെ ഭാഗമായിട്ട് നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബോധവൽക്കരണ പ്രക്രിയയിൽ എല്ലാ സ്കൂളിനെയും ഞങ്ങൾക്ക് ഭാഗമാക്കാൻ കഴിഞ്ഞു. കുട്ടികൾക്ക് മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം വിവിധങ്ങളായ തലങ്ങളിൽ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ വേറിട്ട പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ അസംബ്ലി ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വാർഡ് അടിസ്ഥാനത്തിൽ അയൽസഭകളിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കുടുംബശ്രീ മുഖേന എല്ലാ വീടുകളിലും മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മാലിന്യമുക്ത പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീട് എന്ന് പറയുന്നത്. ലൈഫ് ഭവന പദ്ധതി എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? സ്വന്തമായി ഒരു കിടപ്പാട് എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുക ഏറെ പ്രധാനപ്പെട്ടതാണ്. മറ്റെന്തിനേക്കാളും പ്രധാനം വീടില്ലാത്ത ഒരാൾക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ വലിയ മുന്നേറ്റം നമ്മുടെ എന്റെ ഗ്രാമപഞ്ചായത്തിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ലൈഫ് ഭവന പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ മുന്നേറ്റങ്ങളാണ് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 350 വീടുകൾ പൂർണ്ണമായി പൂർത്തീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ മറ്റ് ഭവന പദ്ധതികൾ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം, പുലപ്പർക്കുന്ന് ഒരു സംഭവ കോളനി നഗർ, അവിടെ വീടില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് 10 വീട് പഞ്ചായത്ത് മുൻകൈയെടുത്തുകൊണ്ട് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടിയൊക്കെ തന്നെ MLA ബന്ധപ്പെട്ടു, കളക്ടർ ബന്ധപ്പെട്ടു. ആ നിലയ്ക്ക് സമയബന്ധിതമായി 10 വീടുകൾ, ഏറ്റവും സൗകര്യമുള്ള വീടുകൾ പുലപ്പറക്കുന്ന് കോളനിയിൽ നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനപരമായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു 350 വീടുകൾ ഞങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും അവശേഷിക്കുന്ന ആളുകളിൽ
27 പേർക്ക് മാത്രമാണ് അഡ്വാൻസ് തുക കൊടുക്കാനുള്ളത്. ബാക്കിയെല്ലാം തന്നെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ മുന്നേറ്റം നടത്താൻ വേണ്ടി കഴിഞ്ഞു. ആ എല്ലാവർക്കും ഈ സാമ്പത്തിക വർഷം തന്നെ വീടിന് ആവശ്യമായ തുക നൽകാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വലിയ മുന്നേറ്റം ഈ ലൈഫ് ഭവന പദ്ധതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതിലും ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും പാർപ്പിടം പോലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. കുടിവെള്ള പദ്ധതി എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതികൾ നേരത്തെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുണ്ട്. 24 കുടിവെള്ള പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. എല്ലാം ഏതാണ്ട് നല്ല നിലയ്ക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് ഇപ്പം ജലജീവൻ പദ്ധതി പൂർത്തീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും പഞ്ചായത്തിൽ നടത്തി വരികയാണ്. അതിന്റെ പണി സജീവമായി തുറന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ടാങ്കിന്റെ പണിയും ഏതാനും നാളുകൾക്കകം ടാങ്കിന്റെ പണിയും ആരംഭിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ആ പദ്ധതിയിലൂടെ, ജലജീവൻ പദ്ധതിയിലൂടെ എല്ലാ വീട്ടിലും ശുദ്ധജലം എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് നടത്താൻ കഴിയും. ആ നിലക്കുള്ള പ്രവർത്തനത്തിലും ഞങ്ങൾ ഊന്നൽ കൊടുത്തിട്ടുണ്ട്. വേനൽക്കാലത്തൊക്കെ തന്നെ കുടിവെള്ളം യഥാസമയം വിതരണം ചെയ്യാനും പഞ്ചായത്ത് ബദ്ധശ്രദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചു കാർഷിക മേഖലയാണെന്നുള്ളത്. കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നുണ്ടോ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ്? വന്യജീവി ആക്രമണം കാര്യമായി നിലവിലുള്ള ഒരു പഞ്ചായത്തല്ല മേപ്പയ്യൂർ. എന്നാലും പന്നി ശല്യം രൂക്ഷമാണ്. അതേപോലെ തന്നെ മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ആ പന്നി ശല്യം ചില മേഖലകളിൽ രൂക്ഷമാണ്. ആ ഘട്ടത്തിൽ പഞ്ചായത്ത് ഇടപെടാറുണ്ട്. ആ ഘട്ടത്തിൽ ഈ ഷൂട്ടർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പന്നിയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവൊക്കെ തന്നെ നൽകാറുണ്ട്. ആ പ്രവർത്തനത്തിലും ആവശ്യമായ ഘട്ടങ്ങളിൽ ഞങ്ങൾ പ്രവർത്തനം നടത്താറുണ്ട്. എന്നാൽ വലിയ ഭീഷണി, ആ വന്യമൃഗ ശല്യം ഭീഷണി നേരിടുന്ന ഒരു പഞ്ചായത്തല്ല മേപ്പയ്യൂർ. ഈ പന്നി ശല്യം കൊണ്ട് അത് നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന, അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടോ? ഈ വർഷം മഴക്കാലം നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം മഴ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരം എല്ലാ വാർഡുകളിലും യോഗം ചേർന്നിട്ടുണ്ട്. അയൽസഭാടിസ്ഥാനത്തിലെ പ്രവർത്തനം നീക്കിയിട്ടുണ്ട്. വാർഡ് സമിതികൾ ചേർന്നിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ പ്രവർത്തകന്മാരെ അതിനൊക്കെ തന്നെ നിയോഗിക്കാനും ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. ആ നിലയിൽ ഫലപ്രദമായ രൂപത്തിലാണ് ആ മേഖലയിലും ഞങ്ങൾ ഇടപെട്ടിട്ടുള്ളത്. മുൻകരുതൽ എന്നുള്ള നിലക്ക് ദുരന്ത നിവാരണ സേനയടക്കം സജ്ജമാക്കി നിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഭാഗ്യവശാൽ അത്തരം വലിയ ദുരന്തങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. മണ്ണിടിച്ചിലോ മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളോ കാര്യമായ നിലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും എല്ലാ മേഖലയും എടുത്തു പറയേണ്ടതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മഴക്കാലമായതുകൊണ്ട് തന്നെ നിരവധി പകർച്ചവ്യാധികളൊക്കെ പിടിപെടുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം എത്രത്തോളമാണ് നടത്തുന്നത്? ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന അടക്കം നടത്തിയ ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണല്ലോ. ആരോഗ്യ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം എന്റെ പഞ്ചായത്ത് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ അതിനനുയോജ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതി നടപ്പിലാക്കിയതോടുകൂടി വലിയ മുന്നേറ്റം ഈ ആശുപത്രിയിലുണ്ടായി. ഉച്ചയ്ക്ക് മുമ്പ് 3 ഡോക്ടർമാരുണ്ട്, ഉച്ചയ്ക്ക് ശേഷം 1 ഡോക്ടറുണ്ട്, എല്ലാ സ്റ്റാഫും ഉണ്ട്, എല്ലാവിധ മരുന്നുകളുമുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ സുത്യർഹമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് ദേശീയ ഗുണനിലവാര പരിശോധനയിൽ NQS തുടർച്ചയായി 2 വട്ടം ലഭിച്ച കുടുംബാരോഗ്യ കേന്ദ്രമാണ് മേപ്പയൂരിന്റെ. അടുത്ത വർഷമാണ് അതിന്റെ ഫൈനൽ നടക്കേണ്ടത്. ഈ തവണ അതിന്റെ പരിശോധന നടത്തിയപ്പോൾ 92% മാർക്ക് നേടാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത തവണയും NQS നിലനിർത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതേപോലെ സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ് അവാർഡും, ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള കായകൽപ്പ് അവാർഡും ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിച്ചു വരുന്നുണ്ട്. അതേപോലെ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന നിലയിൽ സാധാരണക്കാരായ ജനങ്ങളാണല്ലോ കുടുംബാരോഗ്യ കേന്ദ്രം എത്തിച്ചേരുന്നത്. അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്താനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഏറ്റവും ഫലപ്രദമായ രൂപത്തിലുള്ള കണ്ണ് പരിശോധന.
ഇതുവരെ കണ്ണ് പരിശോധന 2 ദിവസം ഉണ്ടായിരുന്നു. അത് പ്രത്യേകമായ ഒരു മെഷീനുമായിക്കൊണ്ട് തന്നെ യന്ത്രവൽകൃതമായ രീതിയിൽ കണ്ണ് പരിശോധന, അതേപോലെ ഞങ്ങൾ HMC ലാബ് ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് എല്ലാ ടെസ്റ്റുകളും അവിടെയുണ്ട്. അടുത്ത കാലത്താണ് തൈറോയ്ഡ് ടെസ്റ്റ് ഉൾപ്പെടെ നടത്താൻ ആവശ്യമായ സംവിധാനവും മേപ്പയൂർ പഞ്ചായത്തിന്റെ HMC ലാബിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അനിവാര്യമാണല്ലോ ഫിസിയോതെറാപ്പി സംവിധാനം. ആസ്പത്രിയോടനുബന്ധിച്ച് തന്നെ, കുടുംബാരോഗ്യ കേന്ദ്രത്തോടനുബന്ധിച്ച് തന്നെ ഫിസിയോതെറാപ്പി സംവിധാനം ചുരുങ്ങിയ നിരക്കിൽ ഫിസിയോതെറാപ്പി ആവശ്യമുള്ളവർക്ക് ആ ഫിസിയോതെറാപ്പി സംവിധാനവും കൊടുക്കാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോ പാലിയേറ്റീവ് മേഖല, കിടപ്പ് രോഗികൾ, ആ പ്രയാസം അനുഭവിക്കുന്ന രോഗികൾ, ആ പാലിയേറ്റീവ് മേഖലയ്ക്കും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഈ തവണ കഴിഞ്ഞ തവണ 12 ലക്ഷം, ഈ തവണ 14 ലക്ഷം രൂപ പാലിയേറ്റീവ് മേഖലയ്ക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നീക്കിവെച്ചിട്ടുണ്ട്. വളരെ ഫലപ്രദമായ രീതിയിലാണ് നഴ്സ്, ആ നിലക്ക് പാലിയേറ്റീവ് നഴ്സ് ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാസത്തിൽ 22 ദിവസം ഹോം കെയർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പാലിയേറ്റീവിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നഴ്സിൻ്റെതുണ്ട്, ആവശ്യമായ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, ആവശ്യമായ പരിചരണം കൊടുക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ ഈ പരിശോധനയും ചില ഘട്ടങ്ങളിലൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തി വരാറുണ്ട്. അങ്ങനെ നഴ്സിന്റെ പരിചരണം, മറ്റാവശ്യമായ മരുന്നുകളുടെ വിതരണം, മറ്റാവശ്യമായ ഉപകരണങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യാനുള്ള സംവിധാനം, അതൊക്കെ തന്നെ ഈ ഫലപ്രദമായ രീതിയിൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള സേവനം വളരെയേറെ വിലപ്പെട്ടതാണ്. ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലാണ് മേപ്പയ്യൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രം, പാലിയേറ്റീവ് സംവിധാനം ഉൾപ്പെടെയുള്ള മേഖല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ് മേപ്പയ്യൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം. അതിന്റെ ഒരു സാഹചര്യത്തിനനുസരിച്ച് 500-നും 600-നും ഇടയ്ക്കുള്ള രോഗികളാണ് നിത്യേന എന്നോളം അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ തിരക്കാണ്. ആ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. UDID കാർഡ് വിതരണം നടത്തിയിട്ടുണ്ട്. ആ നിലക്കുള്ള സംവിധാനമൊക്കെ തന്നെ നടപ്പിലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമവും ഞങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. വളരെ മെച്ചപ്പെട്ട രൂപത്തിൽ ആരോഗ്യ കേന്ദ്രവും മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതിനും ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. അവിടെ മരുന്ന് യഥാസമയം ലഭിക്കാത്ത പറഞ്ഞാൽ 3 ഡോക്ടർമാർ കാലത്ത് രോഗികളെ പരിശോധിക്കും. അതുകൊണ്ട് തന്നെ ലാബിൽ മരുന്ന് കൊടുക്കുന്ന സ്ഥലത്ത് 2 പേരാണ് ഇവരുണ്ടായിരുന്നത്. ആ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് പുതിയ ലാബിന്റെ പുതിയ ആളെ കൂടി നിയമിച്ചിട്ടുണ്ട്. ആ നിയമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള സംവിധാനം പഞ്ചായത്ത് ആശുപത്രി ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ നിലക്ക് 3 കേന്ദ്രങ്ങളിൽ മരുന്ന് വിതരണം അടുത്ത് തന്നെ ആരംഭിക്കും. അതോടുകൂടി മരുന്ന് വിതരണ കേന്ദ്രത്തിലെ തിരക്കും നിയന്ത്രിക്കാൻ കഴിയും. അതിനാവശ്യമായ സംവിധാനവും ഗ്രാമപഞ്ചായത്ത് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ രാജൻ, വയോജനങ്ങൾക്ക്, ഭിന്നശേഷിക്കാർക്ക് എന്തൊക്കെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? വയോജന മേഖലയ്ക്കും ഭിന്നശേഷി മേഖലയ്ക്കും വലിയ പ്രാധാന്യം മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്ത് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വയോജന സൗഹൃദ പഞ്ചായത്താക്കി ഈ പഞ്ചായത്തിനെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വയോജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വിതരണം നടത്തുന്നുണ്ട്. അതേപോലെ വയോജന കേന്ദ്രമുണ്ട്. ആ വയോജന കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഇനി ശക്തിപ്പെടുത്താൻ ആവശ്യമായ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വയോജനങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കണം എന്നാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അപ്പം വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ യാത്രകളൊക്കെ തന്നെ ഞങ്ങൾ ചില ഘട്ടങ്ങളിൽ സംഘടിപ്പിക്കാറുണ്ട്. അവരെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആ നിരക്കുള്ള പ്രവർത്തനവും നടത്താറുണ്ട്. അതേപോലെ ഭിന്നശേഷി മേഖലയിലും ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഉപകരണങ്ങൾ വിതരണം നടത്തുന്നതിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ബഡ്സ് സ്കൂൾ പഞ്ചായത്തിൽ ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് ബഡ്സ് സ്കൂൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് സ്വന്തമായ കെട്ടിടം ഉണ്ടാക്കാനുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ഗവൺമെന്റ് 25 സെന്റ് സ്ഥലം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. MLAയുടെ 30 ലക്ഷം രൂപ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കെട്ടിടത്തിന്റെ പണി അടുത്ത് തന്നെ ആരംഭിക്കും. ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ ഈ ഭിന്നശേഷി വിഭാഗത്തിനുള്ള വിദ്യാഭ്യാസവും മറ്റ് സംവിധാനവും ഒരുക്കാനുള്ള പ്രവർത്തനത്തിനും പഞ്ചായത്ത് നേതൃത്വപരമായ ചുമതലയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ആവിഷ്കരിക്കുന്നത്? കുടുംബശ്രീ സംവിധാനം വന്നതിന് ശേഷം സ്ത്രീ വനിതാ രംഗത്ത് വലിയ മാറ്റമാണല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. ആ മേഖലയിലും അനുകരണീയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിൽ 17 വാർഡാണുള്ളത്. CDS 17 ADSകൾ, 403 കുടുംബശ്രീകൾ
ഇതൊക്കെ തന്നെ ഫലപ്രദമായി യോഗം ചേരുകയും പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും ആവിഷ്കരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനം. ഈ എല്ലാ മേഖലയിലും കുടുംബശ്രീയുടെ പ്രവർത്തനം ഞങ്ങൾ വീക്ഷിക്കാറുണ്ട്. അവരുടെ സേവനം ഞങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അത് മാലിന്യ സംസ്കരണ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും എല്ലാ മേഖലയിലും അവർ സംവിധാനം ഉപയോഗപ്പെടുത്താറുണ്ട്. അതേപോലെ തന്നെ വനിതകളെ ശാക്തീകരിക്കുക എന്നുള്ള നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുടുംബശ്രീക്കകത്ത് ഒരു സ്വയം പര്യാപ്തത നേടാൻ ആവശ്യമായ രൂപത്തിലുള്ള പ്രവർത്തനത്തിനും കുടുംബശ്രീ മുഖേന പഞ്ചായത്ത് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 10-22 സ്ഥാപനങ്ങൾ, സ്വന്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ കുടുംബശ്രീ യൂണിറ്റ് എന്നുള്ള നിലയ്ക്ക് തന്നെ പഞ്ചായത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ JLG ഗ്രൂപ്പ് മറ്റ് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വയം വരുമാനം ഉണ്ടാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ നിലയ്ക്ക് കുടുംബശ്രീ മേഖലയിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ ഞങ്ങളുടെ പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിന് ഇനിയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ രൂപം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗ്രാമീണ റോഡുകൾ, വഴിവിളക്ക് സംവിധാനങ്ങൾ എത്രത്തോളമാണ് നവീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഗ്രാമീണ റോഡുകൾ നവീകരിക്കുന്നതിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്താണ് മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത്. അതിൽ MLA TP രാമകൃഷ്ണൻ MLA നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വലിയ സഹായം ലഭ്യമായിട്ടുണ്ട്. പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട റോഡുകളാണ് PWD റോഡുകൾ. ഈ കൊല്ലം നെല്ലിയാടി മേപ്പയൂർ റോഡ്, കൊയിലാണ്ടി അരിക്കുളം അഞ്ചാംപീടിയ റോഡ്, ഇരിങ്ങത്ത് നരക്കോട് നടുവണ്ണൂർ റോഡ് ഒക്കെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട റോഡുകളാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റേറ്റവും പ്രധാനപ്പെട്ട റോഡാണ് മേപ്പയൂർ ചെറുവണ്ണൂർ റോഡ്. ആ മേപ്പയൂർ ചെറുവണ്ണൂർ റോഡിന്റെ നവീകരണത്തിന് വേണ്ടി PWD ഫണ്ട് 10 കോടി റുപ്യ അത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റു റോഡുകൾ, എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും നന്നാക്കാൻ ആവശ്യ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തു. ജില്ലാ പഞ്ചായത്തിന്റെ സഹായം, MLA ഫണ്ട്, അതേപോലെ MP ഫണ്ട് എല്ലാം തന്നെ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട്, എല്ലാ ഫണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പശ്ചാത്തല മേഖലയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനാണ് ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. പ്രധാനപ്പെട്ട റോഡുകൾക്ക് നല്ല റോഡാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. ഈ തവണ റോഡിന് വലിയ ഫണ്ട് ഞങ്ങൾക്ക് നീക്കി വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി 3,75,00,000 രൂപ ഈ തവണത്തെ ബജറ്റിൽ ഞങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട്. ആ റോഡ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് അതിന്റെ ടെൻഡർ നടപടികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിവേഗതയിൽ തകർന്നുപോയ എല്ലാ റോഡുകളും ഏറ്റവും മെച്ചപ്പെട്ട റോഡുകളാക്കി മാറ്റാൻ ഞങ്ങൾ കഴിയും. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റോഡ് നിർമ്മാണവും പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ മൂലം ഉദ്ദേശിച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും അതിനെല്ലാം മറികടന്നുകൊണ്ട് തന്നെ പശ്ചാത്തല മേഖലയിൽ വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനം സജീവമായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആരോഗ്യ രംഗത്ത്, കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഭാവി വികസന പദ്ധതികൾ എന്ന് പറയുമ്പോൾ, ഒന്ന്, വീടില്ലാത്ത എല്ലാവർക്കും വീട് സ്വപ്നം സാക്ഷാത്കരിക്കണം. അത് ഈ വർഷം തന്നെ ഞങ്ങൾ സാക്ഷാത്കരിക്കും. എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം അത് ലഭ്യമാക്കാൻ ആവശ്യമായ അടിയന്തര പ്രവർത്തനങ്ങൾ ജലവീയൻ പദ്ധതിയിലൂടെ അത് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ ആവശ്യമായ എല്ലാ പരിശ്രമങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ കാർഷിക മേഖലയിൽ മുന്നേറ്റം ഉണ്ടാകണം. നാടിന്റെ വികസനം എന്ന് പറയുമ്പോൾ കൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ടല്ലോ. ആ നിലയ്ക്ക് പഴയ കാർഷിക സംസ്കൃതിയിലേക്ക് ഈ നാടിനെ തിരിച്ചു കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാർഷിക മേഖലയ്ക്ക് പുതിയ ഉത്തേജനം നൽകണം. നമുക്ക് ആവശ്യമായത് പലതും, പച്ചക്കറി ഉൾപ്പെടെ സ്വയം പര്യാപ്തമായ രൂപത്തിൽ ഈ പഞ്ചായത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതിനാവശ്യമായ രൂപത്തിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താനും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഇന്ന് ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നം ഈ കളിസ്ഥലമില്ലാത്തതാണ്. ഈ മേപ്പയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ ഗ്രൗണ്ട് ഏറ്റവും സൗകര്യമായ ഒരു ഗ്രൗണ്ടായിരുന്നു. അത് സ്പോർട്സ് കോംപ്ലക്സ് ആയി മാറിയതിനു ശേഷം സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലായതുകൊണ്ട് പഴയ സൗകര്യങ്ങൾ അവിടെയില്ല. അതുകൊണ്ട് തന്നെ മറ്റു കേന്ദ്രങ്ങളിൽ ഗ്രൗണ്ട് സ്ഥാപിക്കാനായ പ്രവർത്തനം ഞങ്ങൾ പഞ്ചായത്ത് നടത്തുകയാണ്. യുവാക്കളുടെ ഏറ്റവും പരമപ്രധാനമായ ഒരാവശ്യമാണ്. ആ നിലയ്ക്ക് തന്നെ പഞ്ചായത്തിന്റെ കൈവശമുള്ള 67 സെന്റ് സ്ഥലത്ത് വിളയാട്ടൂരിൽ ഞങ്ങൾ അതിന്റെ കളിസ്ഥലത്തിന്റെ പണി ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മിനി സ്റ്റേഡിയത്തിന്റെ പണി ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റു 2 കളിസ്ഥലം കൂടി അടുത്ത് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ആരംഭിക്കാൻ കഴിയും. എല്ലാ വാർഡിലും കളിസ്ഥലം വേണമെന്നുള്ളതാണ് പഞ്ചായത്തിന്റെ കാഴ്ചപ്പാട്. അത് ജനകീയ കൂട്ടായ്മയിലൂടെ ആ പ്രവർത്തനം ഞങ്ങൾ നടത്തും. എല്ലാവരും കളിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പരമപ്രധാനമായ ഒരു കാര്യം എന്നുള്ളവർക്ക് ആ മേഖലയ്ക്കും വലിയ പ്രാധാന്യമാണ് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിരവധി ഭാവി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നതും. ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശമാണോ മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത്? എങ്ങനെയാണ് ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നത്? ടൂറിസം സാധ്യതയുള്ള പ്രദേശമാണ് മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത്. അത് ഇനിയും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്.
അതായത് ഞങ്ങളുടെ മീർ റോഡ് മലയും അതിന്റെ കേന്ദ്രവും ഏറ്റവും നല്ല ഒരു കേന്ദ്രമാണ്. പാർശ്വീയമായും മറ്റും ആളുകളെ, ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റാവുന്ന കേന്ദ്രമാണ്. അവിടെ പ്രവർത്തനം മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാർഷിക മേഖലയെ ബന്ധപ്പെട്ടുകൊണ്ട് കരിമോട് കണ്ടച്ചിറ ഭാഗത്ത് അവിടെയുള്ള തോട് മറ്റത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെയും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി കഴിയും. ഈ രണ്ട് മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ലൊരു ടൂറിസം സാധ്യത ഞങ്ങൾക്കുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തന പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ, എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ KT രാജൻ. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി തിരിച്ചെത്താം. നമസ്കാരം.